ശ്രേണിയിലെ അടുത്ത പദം കണ്ടുപിടിക്കുക. 14, 28, 20, 40, 32, 64. ഈ ശ്രേണി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ആദ്യത്തെ പദങ്ങൾ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്, പിന്നീട് കുറഞ്ഞു വരികയാണ്, പിന്നീട് കൂടി, പിന്നീട് കുറഞ്ഞ്, പിന്നീട് കൂടി, അങ്ങനെയാണ് ശ്രേണി പോയിരിക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ശ്രേണിയുടെ ഒന്നിടവിട്ടുള്ള പദങ്ങളുടെ റിലേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ 14, 28, 20, 40, 32, 64 ഈ സംഖ്യകളിൽ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ 14ഉം 20ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 14, 20 തമ്മിൽ 6 ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇനി 20ൽ നിന്ന് 32ലേക്ക് 12 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, +12. ഇനി 28ഉം 40ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 28ഉം 40ഉം 12 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. 40ൽ നിന്ന് 64ലേക്ക് എത്താനായിട്ട് 24 ആണ് നമുക്ക് ആഡ് ചെയ്യുന്നത്. +24 ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ 32ൽ നിന്നും തൊട്ടടുത്ത സംഖ്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രയായിരിക്കും ആഡ് ചെയ്യേണ്ടത്? +24 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ 32 + 24 എന്ന് പറയുന്നത് 56 ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് തൊട്ടടുത്ത പദം എന്ന് പറയുന്നത് 56 ആയിരിക്കും.